ഗൈസ്, അപ്പം ഞാനും അമ്മയും കൂടെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവേണം കേട്ടോ. ആ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം. സർപ്രൈസാണ് ഗൈസ്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് വരാം. ഗൈസ്, ഞങ്ങൾ പറഞ്ഞ സ്ഥലം ഇതാണ് കേട്ടോ. അതായത് നേരത്തെ പറഞ്ഞ എൻ്റെ സർപ്രൈസ് കളയണ്ടെന്നും പറഞ്ഞാൽ ഞങ്ങൾ പറയാത്തതാ. കണ്ടില്ലേ, ഞങ്ങൾ കുറണ്ടിവിള എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിൽ കുറണ്ടിവിള വാർഡിലാണ് കേട്ടോ. അതായത് ജമന്തിപ്പാടമാണിത് കേട്ടോ. കണ്ടോ ഗൈസ്, കണ്ടോ? ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഈ കാണുന്ന എല്ലാം ജെണ്ടുമല്ലി കൃഷിയാണ് കേട്ടോ. 2 ഏക്കറിന് മുകളിലായിട്ട് ഇവിടെ ജെണ്ടുമല്ലി കൃഷിയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ ജെണ്ടുമല്ലി കൃഷിയുടെ മേൽനോട്ടം നോക്കുന്നത് കേട്ടോ. ഇതൊരു തരിശു ഭൂമിയായിട്ട് കിടന്ന സ്ഥലത്തിന് ഒരു കൃഷിഭൂമിയാക്കി എടുത്തത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ ഇപ്പോൾ ഇത് 2ാമത്തെ വർഷമാണ് അവർ ഈ ജെണ്ടുമല്ലി കൃഷി ചെയ്ത് വിജയം കൈവരിക്കുന്നത് കേട്ടോ. അതായത് ആവശ്യക്കാരൊക്കെ വന്ന് മേടിക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന സമയത്തിന് 2-3 ചാക്ക് മേടിക്കാനായിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ 10 ദിവസം മാത്രമേ നമുക്ക് ഇവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഇവിടെ ഒന്നും കാണത്തില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇങ്ങനെ ജെണ്ടുമല്ലി നോക്കി വരണം. എൻ്റെ കണ്ണിൽ പെട്ടെന്ന് പറഞ്ഞ ഒരു ഊഞ്ഞാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓടിച്ചാടി കയറി ഊഞ്ഞാലിൽ കയറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആരും ആട്ടാനൊന്നും വരണമെന്നില്ല. നമ്മളിപ്പോൾ കൊന്നി ആടാവുന്നതേ ഉള്ളൂ കേട്ടോ. വലിയ ഊഞ്ഞാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആടി. അപ്പോൾ ഗൈസ്, വീഡിയോയിൽ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളൊരു വൈകുന്നേരം ഒരു 4:30-5 മണിക്കകത്തൊക്കെയാണ് ഞങ്ങളവിടെ എത്തിയത് കേട്ടോ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനൊന്നും അറിയത്തില്ലായിരുന്നു. 2-3 യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോയത്. കുറച്ച് പാടുപെട്ടു ഗൈസ്. അതായത് കറക്റ്റ് ലൊക്കേഷൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് ആൾക്കാർ 2-3 സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ അവിടെയൊന്നും ഇതുപോലത്തുള്ള കൃഷികളല്ല, ചെറിയ രീതിയിലൊരു കുറച്ച് തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കറക്റ്റ് സ്ഥലത്ത് അവിടെ എത്തി ഞങ്ങൾ ഗൈസ്. അപ്പോൾ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ. അതായത് ഞങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരും മുമ്പേ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊന്നും ഫോട്ടോസും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇവിടെ കൊച്ചു പിള്ളേരുടെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഗൈസ്. 2 ഏക്കറിന് മുകളിലായിട്ട് കൃഷി ചെയ്തേക്കുന്നത് ജെണ്ടുമല്ലി അഥവാ ബന്ദിപ്പൂ കൃഷിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. എനിക്കറിയത്തില്ല വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന്. കാരണം വെയിലാണ് കേട്ടോ ഗൈസ്. വൈകുന്നേരം ഒരു 5 മണിക്കകത്തുള്ള വെയിലാണ് ഈ കൊള്ളുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. പക്ഷേ കറക്റ്റ് ലൊക്കേഷൻ അറിയാത്തതിനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരണം. പക്ഷേ ഈ നമ്മുടെ ഈ 10 ദിവസം മാത്രമേ ഇവിടെ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് കഴിയുമ്പോൾ ഇതെല്ലാം അവർ ഇളക്കി മാറ്റിയിട്ട് വേറെ കൃഷി ചെയ്യും. ഈ ഓണ സമയത്തുള്ള കൃഷി മാത്രമാണ് ഇത് മാത്രമാണ് ചെയ്യാറ് കേട്ടോ. ഗൈസ്, നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇവിടെ നിന്ന് പൂക്കൾ മേടിക്കാവുന്നതാണ് കേട്ടോ. അതായത് ഇത് ഞങ്ങൾ വരണ സമയത്ത് തന്നെ ഒരു 3-4 ചാക്ക് മേടിക്കാനായിട്ട് ആൾക്കാരൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ സമയത്ത് 10 ദിവസം അത്തം 10-നാണല്ലോ തിരുവോണം. അപ്പോൾ ആ 10 ദിവസം വെച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്കിവിടെ പൂ മേടിക്കാൻ പോകുന്നതാണ് കേട്ടോ. രാവിലെ 8 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് ഇവിടെ നമുക്ക് കയറി ഇവിടെ എല്ലാം കാണാൻ പറ്റുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോസ് പിന്നെ അതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട് ഗൈസ്. ഈ കാണുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മയിൽ ഒരു വലിയ രീതിയിലുള്ളൊരു പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ നിറച്ച് ജെണ്ടുമല്ലി മാത്രമാണ് കേട്ടോ. വേറെ ഒരു കൃഷികളും ഇല്ല. ഏകദേശം 2 ഏക്കറിന് മുകളിലായിട്ട് ജെണ്ടുമല്ലി കൃഷിയാണ് ഒരു കൂട്ടായ്മയിലൂടെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അതായത് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂന്തോട്ടമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കവിളിൽ തായോ മണത്തിൻ പകരം നൽകാം വണ്ടേ വാർമുകിൽ വണ്ടേ പല. ഒരു വലിയ പൂന്തോട്ടത്തിൻ്റെ നടുക്കായിട്ട് ഞാൻ വന്ന് നിന്ന് ഷൈൻ ചെയ്യുന്നതാണ് കേട്ടോ. അതായത് ഈ സൈഡിലായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു മണിക്കൂറോളം ഒരു സൈഡിൽ തന്നെ നിന്നിട്ടാണ് ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചുറ്റി കറക്കി കാണിക്കുന്നതാണ് കേട്ടോ.
അതായത് ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഒരു 1-2 വട്ടം എടുത്തിട്ട് ശരിയല്ലെങ്കിൽ ഒരു 50 തൊട്ടെങ്കിലും എടുത്താലേ എനിക്ക് തൃപ്തിയാവുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ളവർ ഇതുപോലെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കണം. അപ്പം ഞാൻ അങ്ങനെ ഒരു സൈഡിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി ഇടയ്ക്കിടെ നെഞ്ചു തുടിച്ചു, കണ്ണിലുറക്കം വരും വരെ കണ്ടു കൊതിച്ചു, പാൽമുളയിൽ നീ പുതിയൊരു പാട്ടു നിറച്ചു. ഗൈസ് ഞങ്ങളിനി പോകുന്നത് ഈ കുറച്ച് പച്ചക്കറി സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. അതായത് വേറൊന്നുമല്ല, ചീനിയമരയ്ക്കയും പച്ചമുളകും കത്തിരിക്കയും ഈ 3 ഐറ്റമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളകൊക്കെ തൻ്റെ പൂക്കളൊക്കെ വന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിൽ അമരയ്ക്ക നിറച്ചും നിൽപ്പുണ്ട് കേട്ടോ. കത്തിരിക്കയും പൂവൊക്കെ വന്നതേ ഉള്ളൂ ഗൈസ്. ഇതൊരു തരിശ് ഭൂമിയായിരുന്നു. ഈ 2 വർഷം കൊണ്ടാണ് ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ കൃഷിയൊന്നും ചെയ്യാറില്ലായിരുന്നു കേട്ടോ. അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ കൂടുതൽ കൃഷി ചെയ്ത് വരുന്നത്. ഇപ്പോൾ പൂക്കൃഷി. ഗൈസ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിരുന്നപ്പോൾ ഇവിടെ 2-3 പിള്ളേരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ അവരെയും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങളിന്ന് ഇവിടെ ബന്ദിപ്പൂ കൃഷി കാണാൻ വന്നതാണ് കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടെ അതിൻ്റെ ടോപ്പിലായിട്ട്, അതായത് നമ്മുടെ സ്റ്റെപ്പൊക്കെ കെട്ടിയേക്കും, വീട്ടിലൊക്കെ സ്റ്റെപ്പൊക്കെ കെട്ടിക്കുമ്പോൾ സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ കഷ്ടപ്പെട്ടിട്ടാണ് കയറി വന്നത് കേട്ടോ ഗൈസ്. അതായത് ഇവിടെ കയറണമെങ്കിൽ നമ്മൾ 10 രൂപ കൊടുത്താൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഒരാൾക്ക് 10 രൂപ. അപ്പോൾ രണ്ടുപേരും കൂടെ 20 രൂപയ്ക്ക് പാസ് എടുത്തിട്ടാണ് കയറിയത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ അതായത് ജെണ്ടുമല്ലി കൃഷി നല്ല രീതിയിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്, ഈ ടോപ്പിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കണം. വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്യണം. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റ. അടുത്ത വീഡിയോയിലൂടെ കാണാം.